സർക്കാരിന്റെയും മറ്റ് ഏജൻസികളുടെയും വിവിധ ഭവന പദ്ധതികളിൽ ഉൾപ്പെടാത്ത ഭവനരഹിതരായ ആളുകളുടെ സ്വന്തമായി വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിച്ച് കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്സ് കോളേജ് NSS യൂണിറ്റ് കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷന്റെയും MG യൂണിവേഴ്സിറ്റി NSS സെല്ലിന്റെയും സഹകരണത്തോടെ ഭവനരഹിതരായവർക്കായി നിർമ്മിച്ച സ്നേഹവീട് സംയുക്ത പദ്ധതി വഴി യാഥാർത്ഥ്യമാക്കിയത് 14 വീടുകളാണ്. വീടിന്റെ താക്കോൽദാനം പൂഞ്ഞാറമ്മൽ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ നിർവഹിച്ചു. തെറ്റായ പാതകളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് സ്വാർത്ഥതയുടെയും ഇടുങ്ങിയ ചിന്താഗതിയുടെയും ഒക്കെ വ്യക്തിത്വങ്ങളായി രൂപപ്പെട്ട് മുന്നോട്ട് വെക്കുമ്പോൾ അത്തരം അനപലക്ഷണീയമായ പ്രവണതകൾക്കൊക്കെ അതിനെയൊക്കെ ചെറുത്തു നിർത്തിക്കൊണ്ട് സാമൂഹിക സേവനത്തിന്റെ, സഹജീവി സ്നേഹത്തിന്റെ, നന്മയുടെ, സാമൂഹിക പ്രതിബദ്ധതയുടെ, രാഷ്ട്ര സേവനത്തിന്റെ, സഹകരിച്ച് യോജിച്ചുള്ള പ്രവർത്തനത്തിന്റെ ആ വലിയ സംതൃപ്തിയുടെ എല്ലാം തലങ്ങളിലേക്ക് നമ്മുടെ യുവജനങ്ങൾ, നമ്മുടെ വിദ്യാർത്ഥികൾ അവരെ കൈപിടിച്ചു കൊണ്ടുവരുന്നു എന്നുള്ള കാര്യത്തിൽ NSS നടത്തുന്ന നിസ്തുലമായ പ്രവർത്തനങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഏടുകൾ എഴുതി ചേർക്കാൻ ഈ പ്രവർത്തനത്തിലൂടെ കഴിഞ്ഞു എന്നുള്ളതും, അതുപോലെ തന്നെ കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ അത് ഏറ്റവും നല്ല നിലയിൽ മാതൃകാപരമായ ഒരു വ്യവസായ സംരംഭകത്വത്തിന്റെ ഭാഗമായി അതോടൊപ്പം സമൂഹത്തോടുള്ള വലിയ കടപ്പാട്, ആലംബഹീനരായ ആളുകളോടുള്ള വലിയ പ്രതിബദ്ധത, ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെയും സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളുടെയും ശരിയായ അന്തസത്ത മുറുകെ പിടിച്ചുകൊണ്ടുള്ള വലിയ കാഴ്ചപ്പാടോടുകൂടിയുള്ള പ്രവർത്തനം കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നുള്ളത് കേരള. ചടങ്ങിൽ കോളേജ് മാനേജർ റവറൻ ഡോക്ടർ കുര്യൻ താമരശ്ശേരിയിൽ അധ്യക്ഷത വഹിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സീമോൻ തോമസ്, സ്റ്റേറ്റ് NSS ഓഫീസർ ഡോക്ടർ RN അൻസാർ, MG യൂണിവേഴ്സിറ്റി NSS പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ EN ശിവദാസൻ, ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ കോർഡിനേറ്റർ PA സൂസമ്മ, NSS പ്രോഗ്രാം ഓഫീസർമാരായ ഡോക്ടർ ജോജി തോമസ്, ഡോക്ടർ ജിനു എലിസബത്ത് സെബാസ്റ്റ്യൻ, വോളണ്ടിയർ സെക്രട്ടറിമാരായ അതുൽ കൃഷ്ണ, ഭാഗ്യലക്ഷ്മി രാജ്, ആൽബിൻ തോമസ്, ദിയ തെരേസ ജോഷി തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. കോട്ടയം, ഇടുക്കി ജില്ലകളിലെ കൊക്കയാർ, മുണ്ടക്കയം, തിടനാട്, ചിറക്കടവ്, എലിക്കുളം എന്നീ പഞ്ചായത്തുകളിലായാണ് 14 വീടുകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി.